വണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടി എത്ര നേരം അവിടെ നിന്നെന്നറിയാം. റോഡ് നടക്കും ഫുള്ള് ബ്ലോക്കായി. എന്നാൽ അപ്പുറം നിന്ന് വരുന്നവന്മാർക്ക് ആ വണ്ടി ഒന്ന് കടത്തി വിടാനായിട്ടൊന്ന് നിർത്തി കൊടുത്തുവിടും അല്ലേ. ഈ ട്രെയിലർ വണ്ടിയെ കടക്കാണ്ട് എത്ര നേരം നിന്നറിയാം. അങ്ങനെ നമ്മൾ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ബ്ലോക്ക് എന്ന് വെച്ചാൽ നവാപൂർ സംഘാത് റോഡിലവിടെ ചെറിയ പണി നടക്കാൻ ഫുള്ള് ബ്ലോക്കായിട്ട് കിടക്കുവാണ് വണ്ടികളെല്ലാം കേട്ടോ. അപ്പോൾ ഞാൻ ദാവ കയറ്റി വിട്ടു. ദാവേന്ന് ഇറങ്ങി നമ്മൾ പുറത്ത് വീണ്ടും ഇറങ്ങി നേരം വിളക്കാറായപ്പോഴത്തേക്കും പുറത്തിറങ്ങി വീണ്ടും അതേപോലെ ബ്ലോക്കാണ് കേട്ടോ. ഫുള്ള് ബ്ലോക്കുണ്ട്. ചെറിയൊരു പാലം അവിടെ ഒരു റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. റോഡ് കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് പുതിയ റോഡിലേക്ക് വഴി മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് കേട്ടോ. അത് പോലീസുകാരൻ 500 രൂപയാണ് കേട്ടോ അവിടെ പഴിപ്പിരി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സ്ലിപ്പ് ഇപ്പം ഞാൻ കാണിക്കാം കേട്ടോ. ഈ സ്ലിപ്പ് വന്നിട്ട് അവന് 500 രൂപ എല്ലാ വണ്ടിക്കാരോടും മേടിക്കും കേട്ടോ. ഇതാണ് സംഭവം. ഇതവിടെ ഇന്ത്യക്കാരൊക്കെ ആയിട്ട് ഫുൾ അലമ്പാണ്. തന്തയ്ക്കുള്ളിയും തള്ളയ്ക്കുള്ളിയും നടന്നിട്ടാണ് പൈസ മേടിക്കേണ്ടത്. ഡോറ് തുറന്ന് വലിച്ചു തുറന്നവൻ്റെ പൈസ മേടിക്കും. അതിൽ ഈ വഴി പ്രോപ്പർട്ടി വേറെ റോഡിൽ കൂടെ വഴി തിരിച്ച് വിടുന്നതുകൊണ്ടാണ് പൈസ മേടിക്കുന്നതാണ് അവന്മാർ പറയുന്നത്. എന്തായാലും ഒന്നും പറയണ്ട. ഈ നവാപൂർ ഭാഗത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. കിലോമീറ്റർ കണക്കിന് ബ്ലോക്കായിരുന്നു നമ്മളവിടെ നിന്ന് പാസ് ചെയ്യുന്ന സമയത്ത്. കഴിഞ്ഞ ഒരു കുറച്ച് മുന്നേ അടുത്ത വീഡിയോ ആണെങ്കിലും സമയത്ത് വഴി വന്ന ആൾക്കാർക്ക് അറിയാം. അവിടെ ഒരു നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ റോഡിലേക്ക് വഴി തിരിച്ചു വിടുന്നുണ്ട്. PPC പമ്പിൻ്റെ ഒക്കെ അടുത്തുനിന്ന് അങ്ങനെ തിരിച്ചു വിട്ട് കഴിയുമ്പോൾ നമ്മൾ അവിടെ റോഡ് ഓപ്പൺ ആയിട്ടില്ല. വേറൊരു റോഡിൽ കൂടെ കയറി ഇറങ്ങി കട്ടാക്കുകയാണ് നമ്മൾ പുറത്തിറങ്ങി വരാൻ. അങ്ങനെ ഇറങ്ങി വന്ന വഴിക്കാണ് ഈ പോലീസുകാർ അവിടെ വന്ന് ഈ പൈസ മേടിക്കുന്നത് കേട്ടോ. പുതിയ പുതിയ ഹൈവേകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷേ ഏതൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. ഏതൊക്കെ റൂട്ടാണ് ഇങ്ങനെയുള്ള ഹൈവേകളാണെന്നൊന്നും ഒരു പിടുത്തമില്ല. വഡോദര മുംബൈ ഹൈവേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ഹൈവേകൾ വരുന്നുണ്ട് കേട്ടോ. ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആവുന്നുള്ളൂ. ഇതേപോലെ തന്നെ ഇതിൻ്റെ പുറകിലൊക്കെ 2-3 ഹൈവേകൾ ഞാൻ കണ്ടായിരുന്നു. വഡോദര ഓപ്പൺ ആയിട്ടില്ല. ഇതുണ്ടല്ലേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഇങ്ങനെ നേരെ വഡോദര അടിച്ചാൽ മതി. നേരെ കിടന്ന് കയറി കഴിഞ്ഞാൽ വഡോദര. പിന്നെ മേളിൽ കൂടെ പോകുന്നതാണ് കേട്ടോ. മുംബൈ അഹമ്മദാബാദ് ഹൈവേ കേട്ടോ. മേളിൽ കൂടെ പോകുന്ന കേട്ടോ. നമ്മളിതിൻ്റെ താഴെ കൂടെ പാലത്തിനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം നമ്മൾ വഡോദര റോഡ് കയറാനായിട്ട്. ഇത് മുംബൈ ടു അഹമ്മദാബാദ് പുതിയ എക്സ്പ്രസ് കേട്ടോ. നമ്മളിന്നലെ ഈ പാർക്കിങ്ങിലാണ് കിടന്നു കേട്ടോ. ഒരു ചായ കുടിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്നലെ ഈ പാർക്കിങ്ങിൽ നമ്മൾ കിടന്നു കേട്ടോ. വലിയൊരു നല്ല അത്യാവശ്യം വലിയൊരു ധാവയാണ് കേട്ടോ. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ നിർത്താനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നു കേട്ടോ. നമ്മുടെ വണ്ടികളൊക്കെ ഇതാണ്ട് കിടക്കുന്നതിൻ്റെ അകത്ത്. മാർക്കറ്റ് ട്രെയിലർ സർവീസ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി സിറ്റിക്കകത്തോടെ കയറി വേണം ഔട്ടർ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ട്രാഫിക് ഒഴിവാക്കി പോകാൻ വിചാരിച്ചാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഔട്ടർ ബൈപ്പാസ് ആണ് എങ്കിലും നമ്മൾ ഔട്ടർ ബൈപ്പാസിൽ കൂടെ പോകുമ്പോൾ തിരക്കുണ്ടല്ലോ. അപ്പോൾ സർദാർ പട്ടേൽ റിംഗ് റോഡ് നമ്മൾ അസ്നാലി ബൈപ്പാസിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് ഔട്ടർ റിംഗ് റോഡിൽ നേരെ മാസാന റൂട്ടിലോട്ട് കയറി കേട്ടോ. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കൾ. അങ്ങനെ നമ്മളിത് മഹസാന എത്തിയിരിക്കുകയാണ്. ONGCയുടെ കമ്പനിയിൽ നമ്മൾ ലോഡ് ഇറക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. ONGC പൈപ്പ് ലൈൻ വർക്കൊക്കെ ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി. അതിനുള്ള പൈപ്പാണ് കേട്ടോ. ONGCക്ക് വേണ്ടിയുള്ള പൈപ്പാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ. എന്താ ഇതിന് തൊട്ട് മേളിക്കാണ് നമ്മുടെ അഹമ്മദാബാദ് ടു പാലൻപൂർ ഹൈവേ പോകുന്നു കേട്ടോ. ഹൈവേയുടെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ONGCയുടെ കമ്പനിയാണ് ഇത്. അവിടെ ഈ കാണുന്നില്ല. ONGCയുടെ പൈപ്പ് ലൈൻ വർക്കൊക്കെ ചെയ്യുന്ന കമ്പനി.
സുഹൃത്തുക്കൾ അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ലോഡ് ഇറക്കിയിട്ടില്ല, ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് ഇറക്കിയിട്ടില്ല. നമ്മൾ ചുമ്മാ പുറത്തോട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ടൗൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് കറങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, KDM ഭവൻ, മർസേന, ONGCയുടെ സൈഡിലാണ് അപ്പോൾ നമ്മളുള്ളത് കേട്ടോ. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പോയിട്ട് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് നേരെ നമ്മളിങ്ങ് പോകുന്നു. അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കമ്പനി വണ്ടി ഇവിടെ അടുത്ത് കൊണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ പ്രശ്നമുള്ള ഏരിയ ആണെന്നാണ് അറിയാൻ പറ്റിയത്. കാരണം രാത്രിയിൽ ഇച്ചിരി മോഷണമൊക്കെ ഉള്ള ഏരിയ ആണ്. ചിലപ്പോൾ ഡീസലൊക്കെ വന്ന് ഊറ്റിക്കൊണ്ട് പോകും. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ചെയിന്, ബെൽറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള ഡ്രൈവർമാർ പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഓൾറെഡി പൂട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോയി 2 പൂട്ടൊക്കെ മേടിച്ചു തന്നു കേട്ടോ. താഴെ മേടിച്ചു തന്നു. അപ്പം നമുക്കത് ഇടാം. അപ്പം ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ലോഡ് ഇറക്കിയിട്ടില്ല. അപ്പം നമ്മൾ 2 താഴ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതും കിട്ടേക്കാം. ഇപ്പോൾ നമ്മുടെ കൂടത്തിൽ വന്ന വണ്ടികളൊക്കെ ഇത് അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വേറെ കമ്പനി വണ്ടിയാണ് കേട്ടോ. ഇതുപോലെ കുറേ വണ്ടികൾ ഇപ്പോൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പം ലോഡ് ഇറക്കിയിട്ട് പോകാനായിട്ട് നിൽക്കുക കേട്ടോ. ലോഡൊക്കെ ഇറക്കി നിർത്തി. അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കിയിട്ട് നേരെ നമ്മുടെ സാർക്കജ് രാജ്കോട്ട് റോഡിൽ കയറിയിട്ട് ഇങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഹൈവേ ആണ്, എക്സ്പ്രസ് ഹൈവേ ആണ്. അഹമ്മദാബാദ് റിംഗ് റോഡാണ്. റിംഗ് റോഡ്, ഔട്ടർ റിംഗ് റോഡ്. അപ്പോൾ നമ്മുടെ ഔട്ടർ റിംഗ് റോഡ് കയറി പോരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഓഫീസല്ല, നമ്മുടെ ഗ്യാരേജിൻ്റെ അവിടെ എത്തി കേട്ടോ. ഗേറ്റ് പൂട്ടിയിട്ടേക്കും. അപ്പോൾ ഇനി തൊട്ടപ്പുറം നമ്മുടെ തന്നെ ഇതിൽ തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്, അവിടെ കയറ്റിയിടക്കും. ഇത് നമ്മുടെ ഒരു പാർക്കിംഗ് ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കമ്പനിയുടെ നമ്മുടെ ഗ്യാരേജിലാണ് കേട്ടോ. വണ്ടിയൊക്കെ പണിയുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടെ. ഇപ്പോൾ വേറെ വണ്ടിയാണ് ഇവിടെ മൊത്തം കിടക്കുന്നത് കേട്ടോ. നമ്മുടെ ടയറൊക്കെ ഇഷ്ടം പോലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടികളൊക്കെ പണിയാൻ വേണ്ടി മാത്രം കയറ്റിയിട്ടേക്കുന്നൊരു ചെറിയൊരു ഇതാണ് കേട്ടോ. ഇവിടെയാണ് വണ്ടികളൊക്കെ നമ്മുടെ പണി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പാർക്കിങ്ങിലാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നത്. കാരണം ഇവിടുന്ന് പണി ചെയ്തിട്ട് നേരെ അപ്പുറത്തെ പാർക്കിങ്ങിൽ കൊണ്ടിടും വണ്ടിയൊക്കെ. ഇവിടെ എന്തെങ്കിലും റണ്ണിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് കഴിയുമ്പോൾ പണിയുണ്ടെങ്കിൽ തീർക്കാനുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഈ പാർക്കിങ് കേട്ടോ. ഉണ്ട് ടയറൊക്കെ, പുത്തൻ ടയറൊക്കെ ഇഷ്ടം പോലെ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഗ്യാരേജ് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ കേട്ടോ. ഫുള്ള് ടയറും പിന്നെ അതുപോലെ എല്ലാ സെറ്റപ്പൊക്കെ ആയിട്ട് നോക്കിയേ, ഡിസ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളൊരു എന്താ പറയുക, ഒരു വണ്ടി കേന്ദ്രമാണ്. വണ്ടി കേന്ദ്രം. ഡപ്പ വണ്ടി ഉണ്ട് കേട്ടോ നമ്മുടെ കമ്പനിയിൽ. ഡപ്പ വണ്ടിയുണ്ട്. അപ്പുറമാണ് പണിയാൻ അഴിച്ചിട്ടേക്കുന്നുണ്ടോ. അപ്പം നമ്മുടെ വണ്ടിയുടെ ടയർ അഴിച്ചുകൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവന്മാർ വന്നിട്ട് ടയർ എടുക്കണം. अच्छा है? हाँ अच्छा है. ओके ओके. देखिए इतना मोटा कर रहा हूँ. हाँ. आपको फिर एकदम परफेक्ट लगेगा. परफेक्ट ओके.
അപ്പോൾ സർവീസിന് വേണ്ടി നമ്മുടെ വണ്ടി ലൈനിട്ട് കെട്ടിക്കോട്ടോ. അപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് ട്രെയിലർ കണക്ട് ചെയ്യുക കേട്ടോ. ട്രെയിലർ കണക്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വെച്ചാൽ ശക്കലം പണിയുണ്ട്. ഈ ഹോസ് പിടിപ്പിക്കണമെങ്കിൽ ഇച്ചിരി ചടങ്ങാണ് കേട്ടോ, നോക്കി പിടിപ്പിക്കണം.